ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുണ്ടല്ലോ ഈ ഇരിക്കണ അമ്മ അന്ന് എന്നെ പുതിര തല്ലി. അമ്മ ഓർക്കണ്ട? അന്ന് നീ വീടിന്റെ പുറകുവശത്ത് പോയിരുന്നേ, അച്ഛൻ വരുന്നത് വരെ കരഞ്ഞു. അച്ഛനോട് ഒരുപാട് തട്ടിക്കേറി. അതിന് അയാളുടെ മോളെ പ്രേമിച്ച ഞാനല്ലേ, അച്ഛനല്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടായൊക്കെ എന്നോട് പറയാലോ. അയാളെ ഞാനിന്നും ശിവേട്ടാ, ഇത് തന്നെ ഞാനൊന്നും പറയാത്തെ. എന്തെങ്കിലും പറഞ്ഞ ആ നിമിഷം ചോദിക്കാൻ പോവും. അതെ, കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ വല്ല സംഭവിച്ച അയാളെ ഇന്ന് കൊല്ലും ഞാൻ. ഡെയ്സിയുടെ മനസ്സമ്മതമാണ്, അത് മുടക്കാൻ വന്ന എന്തും ചെയ്യൂന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ ഡെയ്സിയെ കെട്ടാൻ വരുന്നവന്റെ മഹത്വം. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? കുട്ടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. അപ്പം നമ്മുടെ അച്ഛൻ സ്കോർ ചെയ്ത് നിൽക്കുകയാണല്ലോ. മാത്രമല്ല ഗ്രീൻ സിഗ്നൽ കാണിക്കുകയും ചെയ്തു. കൊള്ളാം. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അല്ല, എന്താ ഉദ്ദേശം? ഞാൻ കേട്ടത് പറഞ്ഞെന്നേ ഉള്ളൂ. അതെ, സമ്മതിച്ചു. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്ത്? പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ വണ്ടി മുന്നോട്ടെടുക്കുകയാണെന്ന്. അല്ല, അത് പിന്നെ അത് ഞാൻ എടുത്തിടി വേണേ. വിഷ്ണുട്ടാ, ഓരോരുത്തർക്കും മുറിയുണ്ട്. അവിടെ പോയി ഓരോരുത്തരും കിടക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നെ? മുളക് തന്നേ. അതെ, ഇങ്ങനെ കിടക്കുന്നതിന്റെ സുഖം തനിക്ക് അറിയാഞ്ഞിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്, അച്ഛന്റെ അമ്മയുടെയും കാര്യ. അവരൊക്കെ കിടന്നോളൂ. ഹായ്. വിഷ്ണുച്ച, അപ്പൊ നമ്മളെല്ലാരും കൂടി ഇന്ന് ഇവിടെയാണോ കിടക്കുന്നേ? പിന്നെ നീ എവിടെയാന്ന് വെച്ചാ കിടന്നോ. ദേ, ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ സ്ഥലമുണ്ട്. എവിടെയാന്ന് വെച്ചാ എന്റെ മക്കൾ കിടന്നോ. എന്നാ ഞങ്ങൾ അതെ, എന്റെ മക്കള് കിടക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കിടന്നോടത്ത് കിടന്നോളും. കിടന്ന് ഓടി കളിക്കരുത്. അച്ഛനൊക്കെ എവിടെയാ കിടക്കുന്നേ? നിങ്ങളൊക്കെ കിടക്ക്, എന്നിട്ട് ഞങ്ങള് കിടന്നോളാം. വിഷ്ണുട്ടാ, ഞാനും രോഹിത് ഇവിടെ കിടന്നോളാം. രോഹിത്തെ, പപ്പി, ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കുന്നേ. കിടക്കുന്നെങ്കിൽ ഇപ്പൊ കിടന്നോണം. ഇല്ല, ഞാൻ സത്യയുടെ കൂടെ കിടക്കൂ. നടക്കട്ടെ. അതെ, ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് കിടന്നോളാം. ആഹാ, കൊള്ളാലേ. വാ അച്ഛ വാ. പായൊക്കെ വിരിച്ച് കിടക്കാനുള്ള രീതിയിലാക്കിയേക്കുവാന്നല്ലേ? എടാ, ഞാനിത് എവിടെയാടാ കിടക്കണ്ടേ? എന്റെ അമ്മ എവിടെയാന്ന് വെച്ചാ കിടന്നോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാ. പക്ഷെ ഈ ഹാളിൽ തന്നെ കിടക്കണം, അത്രേ ഉള്ളൂ. ഞാൻ കിടക്കാം, പക്ഷേ നീ ആ ബെഡ് ഒന്ന് ഇവിടെ കൊണ്ടുവന്നിടണം. പറ്റൂല. പന്തിയിൽ പക്ഷപാതം പാടില്ലെന്നാ. അതെ, നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കിടന്നിട്ടുള്ളല്ലേ ഭാമേ? എന്റെ രാഘവേട്ട, അന്ന് മുറികളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? എല്ലാ മുറികളിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ട് കൊതുകടിയും കൊണ്ട് ഈ താഴെയൊക്കെ വന്ന് കിടക്കണമെന്ന് പറയുമ്പോ വിഷ്ണുട്ടാ, സത്യമയ്ക്ക് കിടക്ക കൊണ്ടുവന്ന് ഇട്ട് കൊടുക്ക. അത് പറ്റില്ല. അങ്ങനെയാണെങ്കി ആ കിടക്കയില് ഞങ്ങളും കിടക്കും, അല്ലേ സത്യ? അതെ അതെ, സത്യാമ്മയുടെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ രണ്ടുപേരോട് കിടക്കും. എന്റെ ദൈവമേ, എനിക്ക് കിടക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അതെ, ഞാൻ ഇപ്പായി കിടന്നാലും വേണ്ടില്ല. ഇവള് പറഞ്ഞ നടുക്കെന്നെ കിടത്തല്ലേ. ഇവള് പറഞ്ഞ ചവിട്ട് കൊള്ളാൻ എനിക്ക് വയ്യ. അതെ, തറ്റത്ത് കിടന്നാ മതി. ഞാൻ ഈ അറ്റത്ത് കിടക്കാണേ. ഇനി എന്നെ ആരും വിളിച്ച് ശല്യം ചെയ്തേക്കരുത്.
ഏ ഏ, എന്നോട് അവിടെ കിടക്കാനാ ഏ? ഇനിയിപ്പോ അവന്റെ ഒരു ആഗ്രഹം എങ്ങനെ പറ്റില്ലാന്ന് പറയാ. ആ രാഘവേട്ട് കിടക്കുന്നില്ലേ? ഇരുന്ന് നേരം വെളുപ്പിക്കാനായിട്ടാണോ പരിപാടി? ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്. ഓരോരുത്തരുടെ ആഗ്രഹമില്ലയോ? ആ ഞാൻ പിടിക്കാം. കിടന്നു. വടി. ഓ, അയ്യോ. ഇല്ല അപ്പഴേ ഇനി എല്ലാരും കിടന്നോ. പിന്നെ മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ ആവാട്ടോ. എന്ന് വെച്ചാ കൂർക്കമലയുടെ കാര്യം ഉദ്ദേശിച്ചതേ. ആ ശ്യാമേ, വിഷ്ണുട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ 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 അതെ, എനിക്കെന്തിനു കുഴപ്പമുണ്ടോന്നല്ലേ അതല്ലേ ചോദിക്കാൻ വന്നേ. എടോ, തനിക്കറിയോ, ഇങ്ങനെ ഞാൻ കിടക്കുമ്പോഴേ ഞാൻ കാണുന്ന എന്റെ കുട്ടിക്കാലോ. അച്ഛന്റെ അമ്മയുടെയും നടുക്ക് അടിയിടിയും വഴക്കൊക്കെ ആയിട്ടുള്ള വഴക്കാളികളായിട്ടുള്ള 2 കുട്ടികള്. ഞാനും പ്രീതി. ഈ അച്ഛണ്ടല്ലോ, ഞങ്ങളെ തല്ലാൻ വേണ്ടിട്ട് ചൂരില് വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ തല്ലിയിട്ടില്ല. കാണിക്കും പക്ഷെ, അല്ല ചാ. ഒരു പ്രാവശ്യം അമ്മ എന്നാ വടിയെടുത്ത് തല്ലി. എന്തോ പ്രീതിനെന്തോ വികൃതി കാണിച്ചേനാ. അല്ല, അവളും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ, ഞാൻ മാത്രല്ല. എന്തായിരുന്നു ആ പെണ്ണെന്നെ മണ്ണെടുത്തെറിഞ്ഞെന്നേ. ഓ, അപ്പൊ ഞാൻ ഈ ചിരട്ടയും കൊണ്ടൊക്കെ ഒരു തരം ത്രാസൊക്കെ ഉണ്ടായി കളിക്കില്ലേ, അതെടുത്തിട്ട് ഞാൻ മെല്ലെ അവളെ അടിച്ചു. അവളുടെ ചെറുതായിട്ട് നെറ്റി പൊട്ടി. ഓ, അമ്മയുണ്ടല്ലോ, ഈ ഇരിക്കണ അമ്മ അന്ന് എന്നെ പുതിര തല്ലി. അമ്മ ഓർക്കണ്ട? അന്ന് നീ വീടിന്റെ പുറകുവശത്ത് പോയിരുന്നേ, അച്ഛൻ വരുന്നത് വരെ കരഞ്ഞു. മോളെ, ഇവനെ ഞാനുണ്ടാക്കിയ ചോറൊന്നും കഴിച്ചില്ല. ഇന്നിവിടെ കുട്ടികൾ വാശി പിടിച്ചിരുന്നപ്പോ എനിക്ക് അതാ ഓർമ്മ വന്ന്. എന്നവും വന്നതുപോലെ ക്രിസ്മസ് അപ്പനായിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ഏതാണ്ടൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നത്. പക്ഷെ ഇവൻ വാശിയുടെ പുറത്തൊക്കെ നിന്ന്. പിന്നെ പ്രീതിയെ വിളിച്ച് ശാസിച്ചതിന് ശേഷമാ ഇവ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചത്. അപ്പൊ ചെറുപ്പത്തിലേ ഉണ്ട് വാശിയല്ലേ? പിന്നെ കൊള്ളാം. അങ്ങനെ ഒരു വാശിയിലായിരുന്നല്ലോ തന്നെ കണ്ടപ്പോഴും. എന്നാ പിന്നെ ഉറങ്ങിയേക്കാം. ഉറങ്ങിക്കോ, ഞാനിങ്ങനെ തന്നെ നോക്കി തന്നെ കിടന്നോളാം, തന്റെ ഉറക്കം കണ്ടോണ്ട്. ഉറങ്ങല്ലേട്ടോ. എന്താണ് ഇതിനിടയ്ക്ക് കുശുകുശുപ്പ്? ശ്യാമ കൂർക്കം വലിച്ചാലും ഉറങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞതാ. കൊള്ളാം.